ഇന്ന് നമ്മൾ ഫുഡ് ക്രോപ്പ് അഗ്രികൾച്ചറിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൽ വേറെ കുറച്ച് ക്രോപ്സും കൂടി നോക്കാം. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചേഴ്സ് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സും. ഫുഡ് ക്രോപ്സ് നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്രോപ്സുകളാണ് ഉപയോഗിക്കുന്നത്. കോട്ടൺ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. കോട്ടൺ ഒരു ഖാരിഫ് സീസൺ ക്രോപ്പാണ്. സെമി എറിഡ് ഏരിയാസിലാണ് ഇന്ത്യയിൽ കോട്ടൺ കൃഷി നടക്കുന്നത്. ഇന്ത്യ ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്ത് കോട്ടൺ കൃഷി നടക്കുന്ന ഒരുപാട് ഏരിയ അത് പാകിസ്ഥാനിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 50 years കൊണ്ട് കോട്ടൺ കൃഷി സാധാരണ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ കോട്ടൺ കൃഷിയിൽ ഷോർട്ട് സ്റ്റേപ്പിളായിട്ടുള്ള കോട്ടണും അതുപോലെ തന്നെ അമേരിക്കൻ കോട്ടണും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്സ് ആയിട്ടുള്ള സ്ഥലത്താണ് കൃഷി നടക്കുന്നത്. കോട്ടൺ ഇന്ത്യയുടെ മൊത്തം കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ 4.7% കോട്ടൺ കൃഷിയാണ് നടക്കുന്നത്. ഇന്ത്യ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാഷ് ക്രോപ്പുകളിൽ ഒന്നാണ് കോട്ടൺ. 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ കോട്ടൺ കൃഷി നടക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, നോർത്തേൺ രാജസ്ഥാനിലും, വെസ്റ്റ് ഭാഗത്ത് ഗുജറാത്ത്, മഹാരാഷ്ട്രയിലും, സൗത്ത് ഭാഗത്ത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ ഭാഗങ്ങളിലാണ് കോട്ടൺ കൃഷിയുള്ളത്. കോട്ടൻ്റെ ലീഡൻ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ ഭാഗങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് ഗുജറാത്തിലാണ്. കോട്ടൺ കൃഷിയിൽ ഇന്ത്യയാണ് പ്രസൻ്റ്ലി ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. പക്ഷേ NCERT +2 ടെക്സ്റ്റ് പ്രകാരം ചൈന ഫസ്റ്റും ഇന്ത്യ സെക്കൻഡ് പൊസിഷനിലുമാണുള്ളത്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ ഇറിഗേറ്റഡ് കണ്ടീഷൻസിൽ, അതായത് നനച്ചു കൊടുത്തുകൊണ്ടുള്ള അങ്ങനത്തെ ഇറിഗേറ്റഡ് കൃഷി കൾട്ടിവേഷൻ പ്രകാരം കോട്ടൻ്റെ ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. ഇൻഡസ് വാലി പീപ്പിളാണ് ആദ്യമായിട്ട് കോട്ടൺ കൃഷി ആയിട്ട് ചെയ്തു തുടങ്ങിയിരുന്നത്. ബ്ലാക്ക് കോട്ടൺ ആണ് കോട്ടൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കോട്ടൻ്റെ പൂ വിരിയുന്ന അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിൽ ക്ലിയർ സ്കൈ ആയിട്ട് ഇരിക്കണം. പിന്നെ ഗ്രോയിങ് സീസണിൽ മഞ്ഞ് വന്ന് ഇങ്ങനെ ഫ്രോസ്റ്റൺ സ്റ്റേജിലേക്ക് പോകാൻ പാടില്ല. 20 to 30 degree Celsius ടെമ്പറേച്ചറും ചെറിയ എമൗണ്ടിൽ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് കോട്ടൺ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. 6 to 8 മാസം വരെയാണ് ഇത് മെച്യൂർ ആവാനായിട്ട് എടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് കോട്ടൺ. കോട്ടൺ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ്. ഫസ്റ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ മില്ല് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലുള്ളത് ഫോസ്റ്റ് ഗ്ലോസ്റ്റർ ആണ്, കൊൽക്കട്ടയിൽ 1818. 1854 മുംബൈയിലാണ് കോട്ടൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മുംബൈയാണ് കോട്ടൺ പോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ ടെക്സ്റ്റൈൽ സെൻറ്ററായിട്ട് വരുന്നത്. മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് മേജർ കോട്ടൺ ടെക്സ്റ്റൈൽ സെൻറ്റർ. അഹമ്മദാബാദിനെ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടൺ റിസർച്ച് എന്നറിയപ്പെടുന്നത് നാഗ്പൂരിലാണ്. നെക്സ്റ്റ് ഉള്ളൊരു ക്രോപ്പാണ് ജൂട്ട്. കോഴ്സ് ക്ലോത്ത്, ബാഗ്, സാക്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജൂട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലഡ് പ്ലെയിൻസിൽ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഫെർട്ടൈൽ സോയിൽസിലാണ് ജൂട്ട് കൃഷി നടക്കുന്നത്. പിന്നെ പണ്ട് പാർട്ടീഷന് മുമ്പുള്ള സമയത്ത് ബംഗ്ലാദേശ് പാർട്ടീഷൻ ചെയ്ത് പോയത് കൊണ്ട് ലാർജസ്റ്റ് ജൂട്ട് ഗ്രോയിങ് ഏരിയ എന്നുള്ള ഒരു സ്ഥാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ജൂട്ട് മെയിനായിട്ട് വെസ്റ്റ് ബംഗാളിലും ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്സിലാണ് കൂടുതൽ കൃഷി നടക്കുന്നത്. വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയുടെ കൃഷിയുടെ 3/4 ഭാഗവും നടക്കുന്നത്. ബീഹാറിലും ആസാമിലുമാണ് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ജൂട്ട് ഗ്രോയിങ് ഏരിയാസായിട്ട് വരുന്നത്. മുഴുവൻ കൃഷി നടക്കുന്നതിൽ
0.5% ജൂട്ട് കൃഷിയാണ് ഇന്ത്യയിൽ വരുന്നത്. ജൂട്ടിനെ അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ്. ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസും ആനുവൽ റെയിൻഫോളും 150-ൽ കൂടുതലുമുള്ള സ്ഥലങ്ങളിലാണ് ജൂട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മില്ല് കൊൽക്കട്ടയിലെ റിഷ്റയാണ് 1855. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്രോപ്പാണ് ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ ഒരു ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ ക്രോപ്പായിട്ട് കൃഷി നടക്കുന്നതാണ്. അത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലും കൃഷി ചെയ്യാറുണ്ട്. 21 തൊട്ട് 26 ഡിഗ്രി സെൽഷ്യസിൽ ആനുവൽ റെയിൻഫോൾ 75-നും 100-നും സെൻറ്റിമീറ്ററിന് ഇടയിൽ വരുന്ന സ്ഥലത്താണ് ഷുഗർ കെയിൻ കൃഷി ചെയ്യുന്നത്. ബ്ലാക്ക് സോയിലും അലുവിയൽ സോയിലും ഷുഗർ കെയിൻ കൾട്ടിവേഷന് അനുയോജ്യമാണ്. ഉത്തർപ്രദേശാണ് ഷുഗർ കെയിൻ കൃഷിക്ക് 5th ആയിട്ടുള്ള സ്ഥലം. ഷുഗർ കെയിൻ ഗ്രോയിങ് ഏരിയാസ് വെസ്റ്റേൺ ഇന്ത്യയിലാണ് കൂടുതലുള്ളത്, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ. ഇറിഗേഷൻ്റെ ഹെൽപ്പോടുകൂടി ഇന്ത്യയിൽ ലാർജ് അളവിൽ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലാണ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ കൂടുതൽ. ഇന്ത്യ ഷുഗർ കെയിൻ കൃഷിയിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. അക്കോർഡിംഗ് ടു 2022 റിപ്പോർട്ട്, ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയിൽ സെക്കൻഡ് ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ, കോട്ടണിന് ശേഷം. ഇന്ത്യയുടെ മുഴുവൻ കൃഷി നടക്കുന്ന ഏരിയയിൽ 2.4% ഷുഗർ കെയിനാണ് ഉള്ളത്. ഷുഗറും ജാഗറിയും ഷുഗർ കെയിനിൽ നിന്ന് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇന്ത്യയിൽ ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റാണ് UP. ഫസ്റ്റ് ഷുഗർ കെയിൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ബീഹാറിലെ ബെട്ടിയ എന്ന പ്രദേശത്താണ്. 1840-ലാണ് ഇത് സംഭവിക്കുന്നത്. നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാൺപൂരിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ചാണ് ലക്നൌവിൽ. ടീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീ ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ്. അത് പാനീയത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ടീ ആണ് ഫെർമെൻറ്റഡ്, ഗ്രീൻ ടീ അൺഫെർമെൻറ്റഡ് ആണ്. ടീ ലീവ്സിൽ കൂടുതലായിട്ടും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് കഫീനും ടാനിനുമാണ്. ഇതൊരു നോർത്തേൺ ചൈനയുടെ ഹിൽസിലൊക്കെ ഉണ്ടാവുന്ന ഒരു ക്രോപ്പാണ്. ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഹില്ലി ഏരിയാസിലും വെൽ ഡ്രൈൻഡ് സോയിൽസിലുമാണ്. വിത്ത് ഹ്യൂമസ് കണ്ടൻ്റ് ഉള്ളതും ഓർഗാനിക് കണ്ടൻറ്റുമായിട്ടുള്ള സോയിൽസിലാണ് ടീ കൃഷിയുള്ളത്. ഹിൽ സ്ലോപ്സിലാണ് കൂടുതലായിട്ടും ടീ കൃഷി നടക്കുന്നത്. 200 to 250 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോളും 25 to 30 സെൽഷ്യസ് ടെമ്പറേച്ചറുമുള്ള സ്ഥലങ്ങളിലാണ് ടീ പ്ലാന്റേഷൻസ് ഉള്ളത്. വാം ഫ്രോസ്റ്റ് ഫ്രീ ക്ലൈമറ്റ് ആയിരിക്കണം ടീക്ക് വേണ്ടത്. ഇന്ത്യയിൽ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1840 ബ്രഹ്മപുത്ര വാലിയിലാണ്, ആസാമിൽ. Later on, its plantation was introduced in sub-Himalayan regions of West Bengal, Darjeeling, Jabalgiri, Cooch Behar districtsലൊക്കെ. ടീ കൃഷി കൂടുതലായിട്ട് നടക്കുന്നത് നീലഗിരിയുടെ ലോവർ സ്ലോപ്പുകളിലും വെസ്റ്റേൺ ഗഡ്സിലുള്ള കാർഡമം ഹിൽസിലൊക്കെയാണ്. ഇന്ത്യ ടീ കൾട്ടിവേഷന് ലീഡിംഗ് പ്രൊഡ്യൂസറാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ കൂടിയാണ്. ആസാമിലാണ് ഏറ്റവും കൂടുതലായിട്ട് ടീ പ്രൊഡ്യൂസറായിട്ടുള്ളത്. ആസാം ടീ കൃഷി നടക്കുന്നതിൽ ആസാമിൻ്റെ തന്നെ ക്രോപ്ഡ് ഏരിയയിൽ 53.2% ടീ ആണ് ഉള്ളത്. വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലുമാണ് ആസാം കഴിഞ്ഞാൽ ടീ പ്രൊഡ്യൂസേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഫിയാണ്. കോഫി ഒരു ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ക്രോപ്പാണ്. അതിൻ്റെ വിത്ത് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോഫി കുടിക്കാൻ പാകത്തിനുള്ളത് യൂസ് ചെയ്യുന്നത്. 3 വെറൈറ്റി കോഫീസ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ കൂടുതലായിട്ടും അറബിക്ക സുപ്പീരിയർ ക്വാളിറ്റി കോഫിയാണ് കൃഷി ചെയ്യുന്നത്. അതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗ്രേറ്റ് ഡിമാൻഡ് ഉള്ളത്. ഇന്ത്യയിൽ ലോകത്തിലെ കോഫി കൃഷി ചെയ്യുന്നതിൽ 4% ഇന്ത്യയിലാണുള്ളത്. 6th റാങ്കാണുള്ളത്. ബ്രസീൽ, വിയറ്റ്നാം, കൊളംബിയ, ഇന്തോനേഷ്യ, എത്യോപ്യ,
അതിനുശേഷമാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. കോഫി കൃഷി നടത്തുന്നത് കർണാടക, കേരള, തമിഴ്നാടു ഇവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സിലാണ് കോഫി കൃഷിയുള്ളത്. കോഫി കൾട്ടിവേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബാബ ബുദൻ ഹിൽസിലാണ്. കർണാടകയിലെ ഇന്ത്യയിലെ കോഫി കൃഷിയുടെ 2/3 കർണാടകയിലാണ്. റബ്ബർ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റബ്ബർ ഒരു ഇക്വേറ്റോറിയൽ ക്രോപ്പാണ്. 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 150 to 200 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് റബ്ബർ കൾട്ടിവേഷൻ നടക്കുന്നത്. ലാറ്ററൈറ്റ് സോയിൽ ആണ്. ബാക്കി ക്രോപ്പുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും റബ്ബറിന് ഗുഡ് ആണ് ലാറ്ററൈറ്റ് സോയിൽ. റബ്ബർ ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയലാണ്. കേരളം ഇന്ത്യയിൽ തന്നെ റബ്ബർ കൃഷിയിൽ ലീഡിങ് പ്രൊഡ്യൂസറാണ്. ഇന്ത്യ ലോകത്തിലെ തന്നെ റബ്ബർ കൾട്ടിവേഷനിൽ 5th റാങ്കാണ് ഉള്ളത്. ഹോർട്ടിക്കൾച്ചർ ക്രോപ്സാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പ്രൊഡ്യൂസറിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇന്ത്യ. ലോകത്തിലെ തന്നെ ടോട്ടൽ വെജിറ്റബിൾ പ്രൊഡക്ഷനിൽ 13% ഇന്ത്യയിലാണ്. കോളിഫ്ലവർ, ഒനിയൻ, ക്യാബേജ്, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ ഒക്കെ ഇന്ത്യ ഇമ്പോർട്ടൻറ്റ് പ്രൊഡ്യൂസേഴ്സാണ്. ഇന്ത്യ ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് ഒക്കെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിൽ സീഡാണ്. ഓയിൽ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിബിൾ ഓയിൽസ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഓയിൽ സീഡ്സിൽ നിന്നാണ്. എക്സാമ്പിൾ ഗ്രൗണ്ട്നട്ട്, റൈപ്പ് സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ, സൺഫ്ലവർ ഇതൊക്കെ ഓയിൽ സീഡ്സാണ് ഇന്ത്യയിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന. മാൾവ പ്ലാറ്റ്യൂ, മറത്ത്വാഡ, ഗുജറാത്ത്, രാജസ്ഥാൻ, തെലങ്കാന, റായലസീമ, ആന്ധ്രാപ്രദേശ്, കർണാടക പ്ലാറ്റ്യൂ ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഓയിൽ സീഡ്സ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ എക്കണോമിയിൽ അഗ്രികൾച്ചറിന് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥാനം തന്നെയുണ്ട്. ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിൽ 57% കൃഷി സ്ഥലവും കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫിൽ നല്ല ഡിസ്മൽ പെർഫോമൻസ് ആണ് നടക്കുന്നത്. ആ സമയത്താണ് ഡ്രോട്ട്, ഫാമിൻ ഒക്കെ സംഭവിക്കുന്നത്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഗെയിൻ പ്രൊഡക്ഷൻ ആയിരുന്നു. അത് ക്യാഷ് ക്രോപ്സിൽ നിന്ന് ഫുഡ് ക്രോപ്സിലേക്ക് മാറി. എങ്ങനെയൊക്കെയാണ് പിന്നെ കൾട്ടിവേറ്റഡ് ലാൻഡിലേക്ക് ക്രോപ്പിംഗ് ഇൻറ്റൻസിഫിക്കേഷൻ നടത്തി. അതായത് കൂടുതലായിട്ട് കൃഷി ഇൻറ്റൻസിറ്റി കൂട്ടി. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റാതെ കിടന്ന ലാൻഡൊക്കെ കൾട്ടിവബിൾ അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ലാൻഡാക്കിയിട്ട് കൾട്ടിവേറ്റഡ് ഏരിയ ആക്കി മാറ്റി, കൾട്ടിവബിൾ ലാൻഡായിട്ട് മാറ്റി. ഇനിഷ്യലി ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഒരു 1950s ഒക്കെ ആയപ്പോഴത്തേക്കും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറച്ച് നിന്ന് പോയിക്കൊണ്ടിരുന്നു. ഈ പ്രോബ്ലം മാറ്റാൻ വേണ്ടി 1960കളിൽ ഇന്ത്യ 2 പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം. ഈ 2 പരിപാടികളും 1960ൻ്റെ നടുക്ക് സമയത്താണ് കൊണ്ടുവന്നത്. അത് കൺട്രിയിൽ ഫുഡ് ക്രൈസിസ് വന്നു. അതായത് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വേറെ കൺട്രീസിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. മെക്സിക്കോയിൽ നിന്ന് വീറ്റിൻ്റെ ഒരു പുതിയ സീഡ് വെറൈറ്റിയും ഫിലിപ്പീൻസിൽ നിന്ന് റൈസിൻ്റെ ഒരു പുതിയ വെറൈറ്റിയും കൊണ്ടുവന്ന് 1960കളിൽ കൊണ്ടുവന്നു. ഇന്ത്യ ഈ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള കൃഷി തുടങ്ങി. സോയിൽ മോയ്സ്ചർ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇറിഗേഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൃഷിയുടെ പുതിയൊരു അഗ്രികൾച്ചർ ടെക്നോളജി യൂസ് ചെയ്തു. ഈ സ്ട്രാറ്റജി നല്ല സക്സസ്ഫുൾ ആവുകയും ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു.
അങ്ങനെയാണ് ഗ്രീൻ റവല്യൂഷൻ വന്നത്. ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് കുറേ അഗ്രികൾച്ചർ കാര്യങ്ങളൊക്കെ വന്നു, ആഗ്രോ പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് വന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ അഗ്രികൾച്ചർ എന്നുള്ളതിന് അഗ്രികൾച്ചറിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ അവരുടെ അറ്റൻഷനിൽ വരികയും ക്ലൈമാറ്റിക് പ്ലാനിങ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. ഇത് അഗ്രികൾച്ചർ, ഡയറി ഫാമിംഗ്, പോൾട്രി, ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സ്റ്റോക്ക് റിയറിങ്, അക്വാകൾച്ചർ ഇതിലൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു.